ഹലോ, ഇന്നൊരു കുട്ടി സ്റ്റേക്കേഷൻ്റെ കഥ കേട്ടാലോ? കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു സ്റ്റേക്കേഷന് പോയി. ഞങ്ങളെന്ന് പറയുമ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സാട്ടോ. ഞങ്ങളൊരു 10 പേരുണ്ടായിരുന്നു. 2 മണിക്ക് ചെക്കിങ് പറഞ്ഞിരുന്നെങ്കിലും ഒരു ഇത്തിരി ലേറ്റ് ആയതുകൊണ്ട് തന്നെ ലഞ്ച് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഓപ്പൺ കിച്ചണിൽ കയറി ലഞ്ചൊക്കെ കഴിച്ച് നേരെ പ്രോപ്പർട്ടിയിലേക്ക് വിട്ടു. ഇനി പ്രോപ്പർട്ടി ഏതാണെന്ന് പറഞ്ഞില്ലല്ലോ. ഈ നമ്മുടെ പാഞ്ചാലി മേടിനടുത്തുള്ള ഹൈ റേഞ്ചസ് എന്ന് പറയുന്നൊരു പ്രോപ്പർട്ടി ആട്ടോ. ഞങ്ങൾ വിചാരിച്ചതിലും അടിപൊളിയായിരുന്നു ഈ ലൊക്കേഷൻ. പറയാതിരിക്കാൻ പറ്റില്ല, അത്ര നല്ല ആംബിയൻസ് ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. നല്ല പീസ്ഫുള്ളായിട്ടുള്ള കാമായിട്ടുള്ളൊരു സറൗണ്ടിങ്, അതായിരുന്നു ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ നന്നായിട്ട് പറയേണ്ട കാര്യങ്ങൾ, നല്ല ക്ലീൻ ആയിട്ടുള്ള പൂള്, വലിയൊരു ടർഫ് ഒക്കെ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് സമയം പോകുന്നത് അറിയില്ല. ഫ്രണ്ട്സിൻ്റെ കൂടെ വന്നുകൊണ്ട് തന്നെ അത് തീരെ അറിയില്ലല്ലോ. പിന്നെ ഇവിടുത്തെ പ്രകൃതി ഭംഗി പറയാതിരിക്കാൻ പറ്റില്ല, അത്ര മനോഹരമായിരുന്നു. നമ്മൾ പ്രതീക്ഷിച്ചതിലും അപ്പുറം എന്ന് തന്നെ പറയാം. പിന്നെ രാത്രിയിൽ അവർ നമുക്ക് വേണ്ടി ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അതിന് ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ്, നമ്മൾ പറയുന്ന മെനു അവർ സെറ്റ് ചെയ്ത് തരുമായിരുന്നു. ഫ്രണ്ട്സായിട്ടും ഫാമിലിയായിട്ടും ഒക്കെ പോകാൻ ഞാനിത് ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നു. ഇനിയും ഇവിടെ പോകണമെന്ന് തന്നെയാട്ടോ ഞങ്ങളുടെ പ്രതീക്ഷ. രാവിലെ എണീച്ച് ഇതുപോലത്തെ ഒരു മനോഹര കാഴ്ചയൊക്കെ കണ്ട് എന്ത് ഭംഗിയായിരിക്കും അല്ലേ? അതെ, ഇത് ഭയങ്കര സാറ്റിസ്ഫൈങ് തന്നെയായിരുന്നു. ക്ലൈമറ്റ് അല്ലാത്തതുകൊണ്ട് തന്നെ വലിയ തണുപ്പും കോടയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ അതൊന്നും ആവശ്യമില്ല കേട്ടോ, അത്ര നല്ല സ്ഥലമായിരുന്നു ഇത്. പിന്നെ ഞങ്ങൾ രാവിലെ എണീച്ച് ചെറിയൊരു വാക്കിനൊക്കെ പോയി. പിന്നെ നല്ല ബ്രേക്ക്ഫാസ്റ്റൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വന്നപ്പോൾ അപ്പവും മുട്ടക്കറിയും ബ്രെഡും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഒരു 12 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഇറങ്ങി. ഇനി അടുത്ത സ്റ്റേക്കേഷൻസൊക്കെ പ്ലാൻ ചെയ്യാം. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അത്രയേ ഉള്ളൂ. ബൈ.